എൻ്റെ പേര് ടീന. ഞങ്ങൾ കാനഡയിലാണ് താമസിക്കുന്നത്. ഇവിടെ വരാൻ സാധിച്ചതിലും ഉടമ്പടി എടുക്കാൻ സാധിച്ചതിലും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി സമർപ്പിക്കുകയാണ്. 2023 ജനുവരിയിലാണ് ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ എൻ്റെ ലൈസൻസിങ് എക്സാം കിട്ടുക എന്നുള്ളതായിരുന്നു, എൻ്റെ NCLEX ലൈസൻസ് എക്സാം. പക്ഷേ ബാക്കി 6 നിയോഗങ്ങളും സാധിച്ചു കിട്ടിയെങ്കിലും അതുമാത്രം കിട്ടിയില്ല. കിട്ടാൻ വളരെ താമസമായിരുന്നു. താമസമെന്ന് മാത്രമല്ല, അതിന് ഭയങ്കര തടസ്സമായിരുന്നു. എലിജിബിലിറ്റി കിട്ടാൻ തന്നെ കുറേ തടസ്സങ്ങൾ. അതുപോലെ തന്നെ അപ്പോൾ ആ എക്സാമിൻ്റെ അതിനു വേണ്ടി ഞാൻ വന്ന് ഈ 2024 ഡിസംബറിൽ എക്സാം എഴുതാനായിട്ട് ഡേറ്റ് എടുത്തു. അതിന് മുന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വേണ്ടി ഡേറ്റ് എടുക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, എടുക്കണോ വേണ്ടിയോ, ഡേറ്റ് മാറ്റി വെക്കണോ. കാരണം 4 പ്രാവശ്യം ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. അതൊന്നും കാരണം അമ്മാതിരി കഷ്ടപ്പെട്ട് പഠിച്ച് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കിട്ടുമെന്ന്. അങ്ങനെ പക്ഷെ അതെല്ലാം ഫെയിലായി. പിന്നെ അത് കഴിഞ്ഞായിരുന്നു അച്ഛനെ കണ്ട് ഡേറ്റ് എടുത്ത ദിവസം തന്നെയും ആ സമയത്താണ് കിട്ടിയത്. അന്ന് രാവിലെ ഡേറ്റ് എടുത്ത് അന്നേരം പ്രിൻ്റ് ഔട്ട് എടുത്ത് അച്ഛനെ കാണുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ചു പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 1 ടിക്കറ്റ് എടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് മിസ്സായി. ഡിസംബർ 16 എക്സാം. ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് അബുദാബി ചെന്നായിരുന്നു മിസ്സായിരുന്നു. പക്ഷേ അവിടെയും തടസ്സമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാനഡയിൽ എത്തിയപ്പോഴത്തേക്കും 8 കഴിഞ്ഞു. പക്ഷേ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ പിന്നെ ഇനി എക്സാമിന്. അത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊന്നും കിട്ടാമായിരുന്നു. എന്തായാലും ഞാൻ വിചാരിച്ചത് ഇനി ഫൈനൽ അറ്റംപ്റ്റ് ആണ്, പോയി എഴുതാം എന്തായാലും. അപ്പം എൻ്റെ മദറിലോ ഒക്കെ കൂടെയാണ്. മദറിലോ പറഞ്ഞു, ഇല്ല ഉടമ്പടി എടുത്തതല്ല, എന്തായാലും പോയി, ഇപ്രാവശ്യം കിട്ടും ഉറപ്പായിട്ടും. അങ്ങനെ പോയി എക്സാം എഴുതി. മാതാവിൻ്റെ കാഴ്ചരൂപം കൊണ്ടാണ് പോയത്. അതുപോലെ തന്നെ തൈലം, ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, തൈലമൊക്കെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പോൾ നമുക്ക് എക്സാം സെൻറ്ററിൽ ഇതൊന്നും അലൗഡ് അല്ല. ഒന്നും കാശ് രൂപയോ ഈ വക സാധനങ്ങളൊന്നും കയറ്റി വിടത്തില്ല. എല്ലാം കാണാതെ ഞാൻ എൻ്റെ ഉടുപ്പിനകത്ത് ലോക്കറ്റ് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ പോയി എക്സാം എഴുതി തിരിച്ചു വന്നു. പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവ് എന്തായാലും കൈവിടത്തില്ല. അങ്ങനെ രാവിലെ 4 മണിക്കാണ് മെസ്സേജ് വരുന്നത്. എന്തായാലും അങ്ങനെ എക്സാം ലൈസൻസ് കിട്ടി. മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ലൈസൻസ് കിട്ടിയത്. കാരണം ഞാൻ പറയുന്നു, അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ദി ഗോഡ് ആണ് അത് ഞാൻ എപ്പോഴേ പറയുന്നത്. അതിനുശേഷം ഉണ്ടായൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്ക് ഇതേപോലെ സർജറി ഉണ്ടായിരുന്നു. നാട്ടിൽ വന്ന സമയത്ത് തന്നെയായിരുന്നു. 2024 ഒക്ടോബറിലായിരുന്നു അതുപോലെ പോയിരുന്നത്. ജസ്റ്റ് അപ്പം അബ്ഡോമിനൽ പെയിൻ എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പം ഡോക്ടറെ കാണാൻ വേണ്ടി അവർ പറഞ്ഞില്ല, ഇമ്മീഡിയറ്റ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി കഴിഞ്ഞിട്ടും 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒന്നും ഇതുപോലെ ICU ഇറക്കി വിടുന്നില്ല. അവർ ഇല്ല ഇപ്പം വിടുമെന്ന് പറഞ്ഞിട്ടൊന്നും. പക്ഷേ അപ്പോൾ എന്തോ എമർജൻസി ആണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടും BP കംപ്ലീറ്റ് ഡൗൺ ആയി. പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർജറി ചെയ്ത സമയത്ത് ആർട്ടറിയുടെ ഒരു മെയിൻ ബ്രാഞ്ച് ഇതേപോലെ കട്ടായിട്ട് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വന്നു. ബ്ലീഡിങ് വരിക മാത്രമല്ല, BP 60-40 ആയി, നന്നായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നുമില്ല. അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. എമർജൻസി മെഷേഴ്സ് എല്ലാം ചെയ്തിട്ട് കൂടിയും റെസ്പോൺസും ഇല്ല. അതുപോലെ തന്നെ BP ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, ഇനിയിപ്പം ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, പ്രാർത്ഥിക്കാനല്ല ഒന്നുമില്ല. ഞാനിതുപോലെ മാതാവിനെ സമർപ്പിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന റിപ്പീറ്റഡായിട്ട് ചൊല്ലുക, കൊന്ത് പ്രാർത്ഥിക്കുക, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തു. അതുപോലെ തന്നെ നീലത്തിരിയും പച്ചത്തിരിയും ഒരുമിച്ച് കത്തിച്ച് വെച്ചിരുന്ന കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റായിക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നത്. ഒരു കുഴപ്പവും ഇല്ല, റിക്കവറി ആയി, റൂമിലേക്ക് മാറ്റി, സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഉടമ്പടി തൈലം അതുപോലെ തന്നെ നെറ്റിയിലൊക്കെ പുരട്ടി കൊടുത്തു. 3-ാമത്തെ ദിവസം 3rd ഡേ ഡിസ്ചാർജായി, ഒരു കുഴപ്പവും കൂടാതെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചു. അങ്ങനെ ചെറുതും വലുതുമായിട്ട് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അതിനെല്ലാം കോടാനുകൂടി നന്ദി മാതാവിന് സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഉടമ്പടി ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിൾ കൂടുതലായിട്ട് വായിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കുന്നതിലും കുമ്പസാരം, ആ ജീവിതത്തിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ദൈവമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് ഒരുപാട് സഹായിച്ചു. അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ റിപ്പീറ്റായിട്ട് ഇങ്ങനെ കേൾക്കാനായിട്ടും കേട്ടുകൊണ്ടിരുന്നു. സമയമില്ലെങ്കിൽ കൂടിയും പല സമയത്തും അച്ഛൻ്റെ പ്രസംഗങ്ങളിലൂടെയായാലും ഒരുപാട് വിശ്വാസ ജീവിതം വർദ്ധിക്കാനായിട്ട് സാധിച്ചു. എനിക്ക് മാത്രമൊന്നല്ല, എൻ്റെ ഫാമിലിക്കും അതിലൂടെ വളരാനായിട്ട് ദൈവം ഇടയാക്കി. അതിനെല്ലാം ഒരുപാട് നന്ദി സമർപ്പിക്കുകയാണ്.